all creatures of our Lord and King, lift up your voice and with us sing. Oh, praise Him. Hallelujah. Thou burning sun with golden beam, thou silver moon with softer gleam. Oh, praise Him. Oh, praise Him. Hallelujah. 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 Let all things that Creator bless and worship Him in humbleness. Oh, praise Him. Hallelujah. Praise, praise the Father, praise the Son, and praise the Spirit, three in one. Oh, praise Him. Oh, praise Him. Hallelujah. 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 All the redeemed washed by His blood, come and rejoice in His great love. Oh, praise Him. Hallelujah. Christ has defeated every sin. Cast all your burdens now on Him. Oh, praise Him. Oh, praise Him. Hallelujah. 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 He shall return in power to reign. Heaven and earth will join to say, oh, praise Him. Hallelujah. Then who shall fall on bended knee? All creatures of our God and King. Oh, praise Him. Oh, praise Him. Hallelujah. 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 Greetings in the wonderful name of our Lord and Savior Jesus Christ. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനെന്നോ വിജാതീയനെന്നോ ഇല്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നുമില്ല. നിങ്ങളെല്ലാവരും ക്രിസ്തുവേശുവിൽ ഒന്നത്രേ. We who have been baptized into union with Christ are enveloped by Him. We are no longer Jews or Gentiles, or slaves or freemen, or even merely men or women, but we are all the same. We are one in Christ Jesus. Galatians chapter 3 verses 27 and 28. Dear sisters and brothers in Christ, ഈ ദിവസത്തിൻ്റെ പ്രത്യേകത ഇന്ന് ഡേ ഓഫ് വിമൻ മിനിസ്റ്റേഴ്സ് ഓഫ് ദ ചർച്ച് ആയി സഭ പരിഗണിച്ചിരിക്കുന്ന ഞായറാഴ്ചയാണ്. സേവിക സംഘദിനം. ദൈവരാജ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ അഥവാ സുവിശേഷ വേലയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം എങ്ങനെയായിരുന്നു, ഇപ്പോൾ എങ്ങനെയാണ്, ഇനി എങ്ങനെയായിരിക്കണം എന്ന് ഈ ഞായറാഴ്ച നാം കൂട്ടായി ചിന്തിക്കുന്നു. കാരണം സ്ത്രീകൾ സുവിശേഷത്തിൻ്റെ സാക്ഷികളാണ്. ദൈവരാജ്യ ശുശ്രൂഷ എല്ലാവർക്കും ഉള്ളതാണ്. അതിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഒരു കൂട്ടുത്തരവാദിത്തമാണ്. കാരണം ദൈവരാജ്യ ശുശ്രൂഷയിൽ നാം എല്ലാം
കൂട്ടുവേലക്കാരാണ്, കോ-ലേബറേഴ്സ്. യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ തന്നോടൊപ്പം ധാരാളം സ്ത്രീകളെയും ഉൾപ്പെടുത്തിയിരുന്നു. അത് കാലത്തെ തിരുത്തിക്കുറിച്ച ക്രിസ്തുവിൻ്റെ ഒരു ദൈവരാജ്യ ഇടപെടലായിരുന്നു. നമുക്കറിയാം, ചരിത്ര നിർമ്മിതിയിൽ സ്ത്രീകളുടെ കൂട്ടുത്തരവാദിത്വം എത്രമാത്രം വലുതാണെന്ന്. ഇന്ന് നമ്മുടെ പഠനത്തിനായി നൽകപ്പെട്ടിരിക്കുന്ന വേദഭാഗങ്ങളാണ് പഴയ നിയമത്തിൽ നിന്നും രൂത്ത് 4-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ, അതുപോലെ പുതിയ നിയമത്തിൽ നിന്നും സുവിശേഷ ഭാഗം സെയിൻറ്റ് ലൂക്ക് ചാപ്റ്റർ 8 വേഴ്സസ് 1-3, ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 16 verses 11-15, and Galatians chapter 3 verses 26-29. ഈ വേദഭാഗത്ത് നമുക്ക് കുറച്ച് സ്ത്രീകളെ പഠിക്കുവാനുണ്ട്. നവോമി, രൂത്ത്, റേച്ചൽ, ലിയ, അതുപോലെ യേശുവിനോടൊപ്പം നടന്ന മറിയം മഗ്ദലീൻ, ജോആന, സുസാന, അതുപോലെ പൗലോസിൻ്റെ ശുശ്രൂഷയിൽ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച ലിഡിയ. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ആ സ്ത്രീകളെപ്പോലെ മനുഷ്യജാതി എന്ന് ഓർക്കത്തക്ക വിധത്തിൽ തൻ്റെ പേരും വിശുദ്ധ ബൈബിളിൽ ഉൾക്കൊള്ളിക്കുവാൻ കഴിയുക? അല്ലെങ്കിൽ അവർക്കെങ്ങനെ അത് സാധിച്ചു? അഥവാ ദൈവം മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടുവാൻ ഒരുവൻ എങ്ങനെ ആയിരിക്കണം? അവൻ ദൈവത്തെ ആഗ്രഹിക്കുന്നവനായിരിക്കണം, വാഞ്ചിക്കുന്നവനായിരിക്കണം, ദൈവശബ്ദം ശ്രദ്ധയോടെ കേൾക്കുന്നവനായിരിക്കണം, ദൈവകൽപ്പനകൾ പ്രമാണിച്ച് ജീവിക്കുന്നവനും ദൈവം ഏൽപ്പിക്കുന്ന ദൗത്യം എന്ത് വില കൊടുത്തും നിറവേറ്റുന്നവനുമായിരിക്കണം. അതേസമയം ഇങ്ങനെ ഒന്നും അല്ലാത്ത ചിലരുടെ പേരുകളും വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയും. എങ്ങനെയാണ് അവർ അവിടെ കയറിപ്പറ്റിയത്? ദൈവത്തിനറിയാം, അവരെ വീണ്ടെടുത്താൽ, അവരെ പിടിച്ചാൽ അവർ ജീവപര്യന്തം ദൈവത്തിന് വിശ്വസ്തരായിരിക്കുമെന്ന്. ദൈവമേൽപ്പിക്കുന്ന ദൗത്യം എന്ത് വില കൊടുത്തും അവർ നിവർത്തിച്ചിരിക്കും. തങ്ങളെ വീണ്ടെടുത്ത ആ ദൈവത്തോട് അവർ കൂറുള്ളവരായിരിക്കും. തങ്ങളുടെ ജീവൻ കൊടുത്തുപോലും ആ ദൈവത്തെ അവർ സ്നേഹിക്കും. ഉദാഹരണമാണ് നമ്മുടെ പൗലോസ് അപ്പോസ്തലൻ. ശൗലായിരുന്ന കാലത്ത് താൻ ഒരു ജൂവിഷ് ടെററിസ്റ്റ് ആയിരുന്നു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെയെല്ലാം കൊന്നുമുടിച്ചിരുന്നവൻ. എന്നാൽ ഡമാസ്കസിൻ്റെ പടിവാതിക്കൽ വെച്ച് യേശുക്രിസ്തുവുമായുള്ള ഒരു എൻകൗണ്ടറാണ് അദ്ദേഹത്തെ രൂപാന്തരപ്പെടുത്തിയത്. ഇന്ന് ക്രിസ്തു സഭയ്ക്ക് ഒരു മുതൽക്കൂട്ടായി പൗലോസ് അപ്പോസ്തലൻ ആയിരിക്കുകയാണ്. ക്രിസ്തു സഭയുടെ സ്വത്താണ് പൗലോസ് അപ്പോസ്തലൻ. എത്ര വലിയ മാറ്റമാണ് തന്നിൽ ഉണ്ടായത് എന്നും എത്രമാത്രം ദൈവിക വെളിപ്പാടുകളാണ് പൗലോസ് അപ്പോസ്തലൻ ദൈവസഭയ്ക്ക് നൽകുന്നത് എന്നും നമുക്ക് ഇന്നറിയാം. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ വചനപാഠമാണ് പഴയ നിയമത്തിൽ നിന്നും ദ ബുക്ക് ഓഫ് റൂത്ത് ചാപ്റ്റർ 4 വേഴ്സസ് 1-12. ഈ വേദഭാഗം പഠിക്കുന്നതിന് മുമ്പായി അതിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്താണെന്ന് നമുക്ക് നോക്കാം. യേശുക്രിസ്തുവിന് മുമ്പ് 12-ാം നൂറ്റാണ്ടിൽ മോവാബ് എന്നും ഇസ്രായേൽ എന്നുമുള്ള 2 രാജ്യങ്ങളിലായി നടന്ന ഒരു കുടുംബത്തിലെ ചില ദാരുണ സംഭവ പരമ്പരകളുടെ അവസാന ഭാഗമാണ് ഈ വേദഭാഗം. അതായത്
12th സെഞ്ച്വറി BCയിൽ ന്യായാധിപന്മാർ ഇസ്രായേൽ രാജ്യം ഭരിച്ചിരുന്നപ്പോൾ അവിടെ ഒരു ക്ഷാമമുണ്ടായി. ആ ക്ഷാമത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ അവിടെ ബെത്ലഹേമിൽ താമസിച്ചിരുന്ന എലീമേലെക്കിൻ്റെ കുടുംബം തീരുമാനിക്കുകയാണ്. തൻ്റെ ഭാര്യയായ നവോമിയോടും ആൺമക്കളായ മാഹ്ലൻ ആൻഡ് കിലിയൻ ഇവരോടുമൊപ്പം എലീമേലേക്ക് മോവാബ് ദേശത്ത് ചെന്ന് താമസിച്ചു. അവിടെ താമസിക്കയിൽ ഒരു ദിവസം എലീമേലേക്ക് മരണപ്പെട്ടു. 10 വർഷങ്ങൾക്ക് ശേഷം ഈ ആൺമക്കൾ രണ്ടും 2 മോവാബി പെൺകുട്ടികളെ വിവാഹം കഴിച്ചു, ഓർപ്പ ആൻഡ് രൂത്ത്. അവർക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ ഈ 2 ആൺമക്കളും മരണപ്പെട്ടു. ഇത് നവോമിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൈപ്പേറിയ സംഭവങ്ങളായിരുന്നു. കാരണം ഒരു പരദേശത്ത് തൻ്റെ ഭർത്താവായ എലീമേലേക്കും ആൺമക്കളും ഇതാ മരിച്ചിരിക്കുന്നു. തൻ്റെ മരുമക്കളെ ഓർക്കുമ്പോഴാണ് നവോമിക്ക് കൂടുതൽ വിഷമം. നവോമി പറയുകയാണ്, നിങ്ങൾ യൗവനക്കാരികളാണ്, കുഞ്ഞുങ്ങളും ജനിച്ചിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ പിതൃഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവീൻ. അവിടെ നിങ്ങൾക്ക് ഒരു സുരക്ഷിതമായ ഭാവി ഉണ്ടാകും. വളരെ നേരത്തെ ആലോചനയ്ക്ക് ശേഷം ഓർപ്പ പിതൃഭവനത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ തീരുമാനിച്ചു. എന്നാൽ നവോമി എന്തെല്ലാം പറഞ്ഞിട്ടും രൂത്ത് പിരിഞ്ഞു പോകുവാൻ മനസ്സില്ലാതെ നവോമിയെ പറ്റിച്ചേർന്ന് നിന്നു. കാരണം രൂത്ത് തൻ്റെ മോവാബ്യ ദേവനായ കെമോഷിനെ ഉപേക്ഷിച്ച് തൻ്റെ അമ്മാവിയമ്മയുടെ ദൈവമായ യഹോവയെ, ആ സത്യദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങിയിരുന്നു. അതുകൊണ്ട് രൂത്ത് പറയുകയാണ്, നിന്റെ ദൈവം എൻ്റെ ദൈവം, നീ പോകുന്നിടത്ത് ഞാനും പോകും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നീ എവിടെ മരിച്ച് അടക്കപ്പെടുമോ അവിടെ ഞാനും മരിച്ച് അടക്കപ്പെടും. അത്രമാത്രം ഒരു ഉറച്ച തീരുമാനമായിരുന്നു രൂത്തിൻ്റേത്. അങ്ങനെ ഇരിക്കെ ഇസ്രായേലിൽ ക്ഷാമമെല്ലാം മാറിയ വാർത്ത വന്നു. നവോമി രൂത്തുമായി ഇസ്രായേലിലേക്ക് മടങ്ങിപ്പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത ഒരവസ്ഥയാണ്. അത് യവക്കൊയ്ത്തിൻ്റെ സമയമായിരുന്നു, ബാർലി ഹാർവസ്റ്റ്. നവോമി രൂത്തിനോട് പറഞ്ഞു, നീ വയലിൽ പോയി കാല പറക്കിക്കൊണ്ടുവരുവാൻ. നവോമി അതനുസരിച്ച് വയലിലേക്ക് പോയി. ഭാഗ്യവശാൽ നവോമി എത്തപ്പെട്ടത് ബോവസിൻ്റെ വയലിലായിരുന്നു. ഈ ബോവസ് എന്ന വ്യക്തി എലീമേലേക്കിൻ്റെ കുടുംബക്കാരനാണ്, ചാർച്ചക്കാരനാണ്. ഒരു മോവാബ്യ പെൺകുട്ടി ബോവസിൻ്റെ വയലിലായിരിക്കുന്നത് അവിടുത്തെ ഭൃത്യന്മാർ കണ്ടപ്പോൾ അവർ തിരക്കി ഇതാരാണ് എന്ന്. അറിവ് കിട്ടി എലീമേലേക്കിൻ്റെ വിധവയായ നവോമിയോടൊപ്പം മോവാബിൽ നിന്നും വന്നവളാണ്. ബേത്ലഹേമിനെ സംബന്ധിച്ചിടത്തോളം ഈ രൂത്ത് ഒരു ഔട്ട്കാസ്റ്റാണ്. അവരുടെ ശത്രു രാജ്യമായ മോവാബിലെ പെൺകുട്ടിയാണ്. ഈ രാജ്യങ്ങൾ തമ്മിൽ ശത്രുതയിലായിരുന്നു, പലപ്പോഴും യുദ്ധങ്ങൾ നടക്കും. പക്ഷേ അമ്മാവിയമ്മയോടുള്ള ആ സ്നേഹവും ആ ലോയൽറ്റിയും നിമിത്തം ഇതൊന്നും രൂത്തിന് ബാധകമായിരുന്നില്ല. അവൾ കാലാപറക്കുകയാണ്. ഈ സംഭവം ബോവസിന് അറിവ് കിട്ടി. ബോവസ് വളരെ കരുണയോടെ രൂത്തിനോട് പെരുമാറുവാൻ തക്കവണ്ണം ഭൃത്യന്മാരെ ചട്ടം കിട്ടി. നിങ്ങൾ ഭക്ഷിക്കുമ്പോൾ അവൾക്കും ഭക്ഷണം കൊടുക്കണം, നിങ്ങൾ പാനം ചെയ്യുമ്പോൾ അവൾക്കും കൊടുക്കണം,
നിങ്ങൾ വിശ്രമിക്കുമ്പോൾ നിങ്ങൾ വിശ്രമിക്കുന്ന സ്ഥാനത്ത് അവളെയും വിശ്രമിപ്പിക്കണം. അങ്ങനെ ഈ ബോവസിന് അവളോട് കരുണ തോന്നുവാൻ ഇടയാകുകയാണ്. God was orchestrating everything. ബോവസിന് എങ്ങനെയെങ്കിലും ഈ നവമിയെയും രൂത്തിനെയും വീണ്ടെടുക്കണം എന്ന ആശയമുണ്ട്. അവരെ രക്ഷിക്കണം, കാരണം അത് അവരുടെ ചാർച്ചക്കാരാണ്. നവമിയുടെ മനസ്സിലെ ആഗ്രഹം രൂത്ത് ബോവസിനെ പറ്റി തിരിച്ചു എന്ന് നവമിയോട് പറഞ്ഞപ്പോൾ നവമി വിചാരിച്ചു ഇത് ദൈവത്താൽ സംഭവിച്ചതാണ്. തൻ്റെ ചാർച്ചക്കാരനായ ബോവസിൻ്റെ വയലിൽ കാലാ പറക്കുവാൻ പോയത് ഇത് ദൈവനിശ്ചയമാണ്. എങ്ങനെയെങ്കിലും രൂത്തിനെ രക്ഷപ്പെടുത്തണമെന്നത് മാത്രമായിരുന്നു നവമിയുടെ ആഗ്രഹം. അങ്ങനെയിരിക്കെ ബോവസിന് അറിവ് കിട്ടി നവമി എലീമേലെക്കിൻ്റെ വയൽ വിൽക്കുന്നു എന്ന്. അങ്ങനെ വിൽക്കുവാൻ തീരുമാനിക്കുന്ന അറിവ് കിട്ടിയ ബോവസ് അത് വീണ്ടെടുക്കുവാൻ തീരുമാനിക്കുകയാണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുള്ളത്, തന്നേക്കാൾ അടുത്ത ഒരു ചാർച്ചക്കാരൻ ഉണ്ട്. ആ വ്യക്തിയോട് ഇക്കാര്യം പറയണം. ആ വ്യക്തിയെ വീണ്ടെടുക്കുന്നില്ല എങ്കിൽ മാത്രമേ ബോവസ് അത് വീണ്ടെടുക്കുകയുള്ളൂ. ആ വേദഭാഗമാണ് രൂത്ത് ചാപ്റ്റർ 4. അതാണ് നമുക്ക് വായിക്കുവാനുള്ളത്. ഈ ഭാഗം വായിക്കുന്നതിന് മുമ്പ് വീണ്ടെടുക്കുക, വീണ്ടെടുപ്പുകാരൻ ഇവ എന്താകുന്നു എന്ന് നമുക്ക് നോക്കാം. ദൈവം ഇസ്രായേൽ ജനത്തിന് കൽപ്പിച്ചു കൊടുത്ത നിയമങ്ങളിലൊന്നാണ് ഈ വീണ്ടെടുക്കുക എന്നുള്ളത്. ദ ബുക്ക് ഓഫ് ലെവിറ്റിക്കസ് ചാപ്റ്റർ 25 വേഴ്സസ് 25 to 28 ഇവിടെ ഇത് വ്യക്തമാക്കിയിരിക്കുന്നു. നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്ന് തൻ്റെ അവകാശത്തിൽ ഏതാനും വിറ്റാൽ അവൻ്റെ അടുത്ത ചാർച്ചക്കാരൻ വന്ന് സഹോദരൻ വിറ്റത് വീണ്ടുകൊള്ളണം. ദരിദ്രനായി തീർന്ന ഒരു സഹോദരൻ തനിക്കുള്ളതിൽ എന്തെങ്കിലും വിറ്റുപോയെന്നാൽ തൻ്റെ അടുത്ത ചാർച്ചക്കാരൻ വന്ന് അത് വീണ്ടെടുത്ത് അവന് കൊടുക്കണം. അതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ വീണ്ടുകൊള്ളുവാൻ അവൻ ആരും ഇല്ലാതിരിക്കുകയും താൻ തന്നെ വകയുള്ളവനായി വീണ്ടുകൊള്ളുവാൻ പ്രാപ്തനാകുകയും ചെയ്താൽ അവനത് വിറ്റ ശേഷമുള്ള സംവത്സരം കണക്കുകൂട്ടി മിച്ചമുള്ളത് അത് വാങ്ങിയിരുന്ന ആൾക്ക് മടക്കിക്കൊടുത്ത് തൻ്റെ അവകാശത്തിലേക്ക് മടങ്ങി വരണം. എന്നാൽ മടക്കിക്കൊടുപ്പാൻ അവന് പ്രാപ്തിയില്ല എങ്കിൽ വിറ്റുപോയത് യോബേൽ സംവത്സരം വരെ വാങ്ങിയവൻ്റെ കയ്യിലിരിക്കണം. യോബേൽ സംവത്സരത്തിൽ അത് ഒഴിഞ്ഞു കൊടുക്കുകയും അവൻ തൻ്റെ അവകാശത്തിലേക്ക് മടങ്ങി വരികയും വേണം. ഇവിടെ യോബേൽ സംവത്സരം എന്നത് ജൂബിലി ഇയറാണ്, 50th ഇയർ. ആ വർഷം പണയം വെച്ചതും കടം കൊടുത്തതും വിറ്റുപോയതും എല്ലാം തിരികെ കൊടുക്കേണ്ട വർഷമാണ്. ആർക്കാണോ ഇതെല്ലാം നഷ്ടപ്പെട്ടത് ആ വ്യക്തിക്ക് ഇതെല്ലാം തിരികെ കിട്ടും. ആരാണോ ഇതെല്ലാം വാങ്ങിവെച്ചത് ആ വ്യക്തി ഇതെല്ലാം തിരിച്ചു കൊടുക്കണം. ബന്ദികളാക്കി കൊണ്ടുപോയവരെയും അടിമകളാക്കി കൊണ്ടുപോയവരെയും എല്ലാം സ്വതന്ത്രരാക്കുന്ന വർഷമാണ് ജൂബിലി ഇയർ. നമ്മുടെ ദൈവം എത്ര കരുതലോടെയും ദീർഘവീക്ഷണത്തോടെയുമാണ് തൻ്റെ നിയമങ്ങൾ ജനത്തിന് നൽകിയിരുന്നത്. നമുക്കിനി വായിക്കാം രൂത്ത് ചാപ്റ്റർ 4 വേഴ്സസ് 1 through 12. എന്നാൽ ബോവാസ് പട്ടണവാതിൽക്കൽ ചെന്ന് അവിടെ ഇരുന്നു. ബോവസ് പറഞ്ഞിരുന്ന വീണ്ടെടുപ്പുകാരൻ കടന്നു പോകുന്നത് കണ്ടു. എടോ, ഇങ്ങോട്ട് വന്ന് ഇവിടെ ഇരിക്ക എന്ന് അവനോട് പറഞ്ഞു. അവൻ ചെന്ന് അവിടെ ഇരുന്നു. പിന്നെ അവൻ പട്ടണത്തിലെ മൂപ്പന്മാരിൽ 10 പേരെ വരുത്തി ഇവിടെ ഇരിപ്പീനെന്ന് പറഞ്ഞു. അവരും ഇരുന്നു. അപ്പോൾ അവൻ ആ വീണ്ടെടുപ്പുകാരനോട് പറഞ്ഞത്, മോവാബ് ദേശത്ത് നിന്ന് മടങ്ങി വന്നിരിക്കുന്ന നവോമി നമ്മുടെ സഹോദരനായ എലീമേലെക്കിൻ്റെ വയൽ വിൽക്കുന്നു. ആകയാൽ നിന്നോട് അതറിയിപ്പാൻ ഞാൻ വിചാരിച്ചു. ഇവിടെ ഇരിക്കുന്നവരുടെയും ജനത്തിൻ്റെ മൂപ്പന്മാരുടെയും മുമ്പാകെ നീ അത് വിലയ്ക്ക് വാങ്ങുക.
നിനക്ക് വീണ്ടെടുപ്പാൻ മനസ്സുണ്ടെങ്കിൽ വീണ്ടെടുക്കുക. വീണ്ടെടുപ്പാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ ഞാൻ അറിയേണ്ടതിന് എന്നോട് പറക. നീ കഴിഞ്ഞിട്ട് ഞാനുമല്ലാതെ വീണ്ടെടുപ്പാൻ ആരുമില്ല. അതിന് അവൻ, ഞാൻ വീണ്ടെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ബോവസ്, നീ നവോമിയോട് വയൽ വാങ്ങുന്ന നാളിൽ മരിച്ചവൻ്റെ അവകാശത്തിന്മേൽ അവൻ്റെ പേർ നിലനിർത്തുവാൻ തക്കവണ്ണം മരിച്ചവൻ്റെ ഭാര്യ മോവാബ്യ സ്ത്രീയായ രൂത്തിനെയും വാങ്ങണം എന്ന് പറഞ്ഞു. അതിന് വീണ്ടെടുപ്പുകാരൻ, എനിക്ക് അത് വീണ്ടെടുപ്പാൻ കഴിയുകയില്ല. എൻ്റെ സ്വന്തം അവകാശം എനിക്ക് നഷ്ടമാക്കേണ്ടി വരും. ആകയാൽ ഞാൻ വീണ്ടെടുക്കേണ്ടത് നീ വീണ്ടെടുത്തു കൊള്ളുക. എനിക്ക് വീണ്ടെടുപ്പാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബോവസ് മൂപ്പന്മാരോടും സകല ജനത്തോടും പറഞ്ഞത്, എലീമേലേക്കിനുള്ളതൊക്കെയും അവൻ്റെ പുത്രന്മാർക്ക് ഉള്ളതൊക്കെയും ഞാൻ നവോമിയോട് വാങ്ങിയിരിക്കുന്നു എന്നതിന് നിങ്ങൾ ഇന്ന് സാക്ഷികളാകുന്നു. മാത്രമല്ല, മരിച്ചവൻ്റെ പേർ അവൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നും അവൻ്റെ പട്ടണവാതിൽക്കൽ നിന്നും മാഞ്ഞു പോകാതെ വണ്ണം മരിച്ചവൻ്റെ പേർ അവൻ്റെ അവകാശത്തിൻ്റെ മേൽ നിലനിർത്തേണ്ടതിന് മഹ്ലോൻ്റെ ഭാര്യ മോവാബ്യ സ്ത്രീയായ രൂത്തിനെയും എനിക്ക് ഭാര്യയായി വാങ്ങിയിരിക്കുന്നു എന്നതിനും നിങ്ങൾ ഇന്ന് സാക്ഷികളാകുന്നു. അതിന് പട്ടണവാതിൽക്കൽ ഇരുന്ന സകല ജനവും മൂപ്പന്മാരും പറഞ്ഞത്, ഞങ്ങൾ സാക്ഷികൾ തന്നെ. നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ യഹോവ റാഹേലിനെ പോലെയും ലേയെ പോലെയും ആക്കട്ടെ. അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗൃഹം പണിതത്. എഫ്രത്തയിൽ നീ പ്രബലനും ബേത്ലഹേമിൽ വിസ്തൃതനും ആയിരിക്ക. ഈ യുവതിയിൽ നിന്ന് യഹോവ നിനക്ക് നൽകുന്ന സന്തതിയാൽ നിന്റെ ഗൃഹം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. അവിടെ കൂടിയിരുന്ന ജനമെല്ലാം, മൂപ്പന്മാരും എല്ലാം ഈ ബോവസിനെ അനുഗ്രഹിക്കുകയാണ്. കാരണം അവൻ ആ എലീമേലേക്കിൻ്റെ വിറ്റുപോകാമായിരുന്ന വയലും നവോമിയെയും രൂത്തിനെയും എല്ലാം വീണ്ടെടുക്കുവാൻ തക്കവണ്ണം കരുണ കാണിച്ചു. അവരുടെ പേർ നിലനിൽക്കത്തക്കവണ്ണം ആ രൂത്തിനെയും തൻ്റെ ഭാര്യയായി എടുത്തു. 80 വയസ്സോളം പ്രായമുള്ള ആ ബോവസ് വെറും 40 വയസ്സ് മാത്രം പ്രായമുള്ള രൂത്തിനെയും ഭാര്യയായി എടുക്കുകയാണ്. കാരണം എലീമേലേക്കിൻ്റെ പേര് നിലനിർത്തുവാൻ തക്കവണ്ണം അവിടെ ഒരു സന്തതി ആവശ്യമാണ്. തനിക്ക് രൂത്തിനെ ഭാര്യയായി എടുത്താൽ മാത്രമേ അങ്ങനെ ഒരു സന്തതി ഉണ്ടാവുകയുള്ളൂ. അവരിലുണ്ടായ സന്തതിയാണ് ഓബേദ്. നമുക്കറിയാം പ്രിയ സഹോദരങ്ങളെ, ഈ കുലത്തിലാണ് ദാവീദ് രാജാവും പിറന്നത്. അതായത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വന്നു പിറന്നത് ഈ കുലത്തിലാണ്. ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെ ആ മഹാബലിയ പദ്ധതിയിൽ സകല ജനതയും ഉൾപ്പെടുന്നു. ജാതിയെന്നോ മതമെന്നോ വിദേശിയെന്നോ ഒന്നും ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാവരെയും താൻ അംഗീകരിക്കുകയും തൻ്റെ പദ്ധതിയിൽ പങ്കാളികളാവുവാൻ താൻ തിരഞ്ഞെടുക്കുകയും ചെയ്യും. അതാണ് നാം ഇവിടെ കാണുന്നത്. മോവാബ്യ സ്ത്രീയായ രൂത്തിനെ ദൈവജനത്തിൻ്റെ കുടുംബത്തിലേക്ക് കൊണ്ടുവരുവാൻ ബോവസ് വീണ്ടെടുപ്പ് വില കൊടുത്തു. തന്നെത്താൻ അവൾക്കായി നൽകിയാണ് ബോവസ് അവളെ വീണ്ടെടുത്തത്. അവൾക്കായി അടുത്ത ചാർച്ചക്കാരനായ വീണ്ടെടുപ്പുകാരനായി കിൻസ്മാൻ റിഡീമറായി ബോവസ് മാറുകയാണ് ഉണ്ടായത്. ഈ വചനപാഠത്തിലൂടെ നമുക്ക് പഠിക്കുവാനുള്ളത്, ജീസസ് ഈസ് ഗ്രേറ്റർ ബോവസ്. നമ്മെ വീണ്ടെടുക്കുവാനായി ബോവസ് ചെയ്തതിനേക്കാൾ മഹത്തായ കാര്യമാണ് യേശുക്രിസ്തു ചെയ്തത്.
കാരണം അവൻ നമുക്ക് വേണ്ടി മരിച്ചു. അവൻ നമ്മുടെ കിൻസ്മാൻ റിഡീമറാണ്, നമ്മുടെ അടുത്ത ചാർച്ചക്കാരനായ വീണ്ടെടുപ്പുകാരനാണ്. അതെങ്ങനെയാണ്? നാം മനുഷ്യരായിരിക്കുമ്പോൾ നമ്മിൽ ഒരുവനെ പോലെ അവൻ മനുഷ്യനായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അവൻ നമ്മെ സ്നേഹിച്ചു. നമ്മുടെ പാപമെല്ലാം തന്മേലേറ്റെടുത്ത് അവൻ നമുക്ക് വേണ്ടി യാഗമായി മാറി. അതുകൊണ്ട് ജീസസ് ഈസ് അവർ അൾട്ടിമേറ്റ് കിൻസ്മാൻ റിഡീമർ. ഡേ ഓഫ് വിമൻ മിനിസ്റ്റേഴ്സ് ഓഫ് ദ ചർച്ച് എന്ന ഈ ദിവസത്തിൽ ഈ വചനപാഠം നമുക്ക് നൽകുന്ന സന്ദേശമാണത്. അതുപോലെ സത്യദൈവത്തെ രൂത്ത് തിരിച്ചറിഞ്ഞതുപോലെ അന്യദൈവ ആരാധനയിൽ അകപ്പെട്ടു പോകാതെ നാം നമ്മെ തന്നെ സൂക്ഷിക്കണം എന്ന മുന്നറിയിപ്പും ഈ വേദഭാഗം നമുക്ക് നൽകുന്നു. സ്ത്രീ ശുശ്രൂഷകർ ജനത്തെ ബോധവൽക്കരിക്കേണ്ടവരാണ്. കാരണം എവിടെ ആരാധനയുണ്ടെങ്കിലും തങ്ങളുടെ കാര്യസാധ്യത്തിനായി ആരെ വേണമെങ്കിലും എന്തിനെ വേണമെങ്കിലും ആരാധിക്കുവാൻ ഇറങ്ങി പുറപ്പെടുന്നവർ സ്ത്രീകളാണ്. അത്തരം സ്ത്രീകൾക്ക് ഒരു മുന്നറിയിപ്പ് ഈ വേദഭാഗം നൽകുന്നു. നമുക്കറിയാം, ദൈവപുത്രൻ്റെ ആ വംശാവലിയിൽ ഭാഗഭാക്കാകുവാൻ, യേശുക്രിസ്തുവിൻ്റെ ആ ദൗത്യത്തിൽ പങ്കാളിയാകുവാൻ രൂത്തിന് കഴിഞ്ഞു. Ruth was completely assimilated into God's family and became God's instrument for redeeming the world. 1000-ൽ പരം വർഷങ്ങൾക്ക് ശേഷം രൂത്തിൻ്റെയും ബോവസിൻ്റെയും പേരുകൾ പുതിയ നിയമത്തിൻ്റെ ആരംഭത്തിൽ, അതായത് യേശുവിൻ്റെ വംശാവലിയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നതായി നാം കാണുന്നു. സെയിൻറ്റ് മാത്യു ചാപ്റ്റർ 1 വേഴ്സ് 6. അങ്ങനെ എല്ലാവരെയും, ഏത് ജാതിയോ വർഗമോ ആയാലും ഉൾക്കൊള്ളുന്ന ദൈവനീതി തൻ്റെ ഭൂമിയിലേക്കുള്ള ആഗമനത്തിലും ദൈവം വെളിപ്പെടുത്തി. മാതാവോ പിതാവോ ആദിയോ അന്തമോ ഇല്ലാത്ത ദൈവം മാനവരക്ഷയ്ക്കായി അവരെപ്പോലെ ഒരുവനായി ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഇതുമൂലം സർവശക്തനായ ദൈവത്തിന് മനുഷ്യർക്ക് നൽകേണ്ടിയിരുന്ന പാഠം, ദൈവം ഏവരെയും സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ ഈ വചനഭാഗത്തോടെ നാം അതാണ് പഠിക്കുന്നത്. ഏത് ജാതിയോ ഏത് രാജ്യക്കാരോ മതക്കാരോ ഭാഷക്കാരോ ആയിരുന്നാലും ദൈവം ഏവരെയും സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ ആ പദ്ധതിയിൽ പങ്കാളികളാക്കുവാൻ ദൈവം അവരെയും വിളിക്കുന്നു. കാരണം ദൈവസ്നേഹം തന്നെ. വിമൻ മിനിസ്റ്റേഴ്സ് ഓഫ് ദ ചർച്ച്, ഇവർക്ക് പ്രചോദനം നൽകുന്ന വചനപാഠമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. സെയിൻറ്റ് ലൂക്ക് ചാപ്റ്റർ 8 വേഴ്സസ് 1-3. അനന്തരം യേശു ദൈവരാജ്യം പ്രസംഗിച്ചും സുവിശേഷിച്ചും കൊണ്ട് പട്ടണം തോറും സഞ്ചരിച്ചു. യേശുവിനോടുകൂടെ 12 പേരും അവൻ ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി സൗഖ്യം വരുത്തിയ ചില സ്ത്രീകളും 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലക്കാരത്തി മറിയയും ഹെരോദാവിൻ്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യ യോഹന്നെയും ശൂശന്നെയും തങ്ങളുടെ വസ്തുവക കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോന്ന മറ്റു പല സ്ത്രീകളും ഉണ്ടായിരുന്നു. ഈ വേദഭാഗത്ത് നിന്ന് വ്യക്തമാകുന്നത്, ഏത് തുറയിൽപ്പെട്ട സ്ത്രീകളാണെങ്കിലും അവർക്ക്
ദൈവരാജ്യത്തിൻ്റെ സുവിശേഷ ഘോഷണത്തിൽ പങ്കാളികളാകാം. യേശുവിനോടൊപ്പം സഞ്ചരിച്ചിരുന്നവരിൽ എല്ലാ മേഖലയിൽപ്പെട്ട സ്ത്രീകളുമുണ്ടായിരുന്നു. പല വിധത്തിലുള്ള ശുശ്രൂഷയാണ് അവർ ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്തിരുന്നത്. ദൈവരാജ്യ വിസ്തൃതിക്കായി സ്ത്രീകൾക്ക് ഒന്നുകിൽ സുവിശേഷ വേല ചെയ്യാം, അല്ല എങ്കിൽ സുവിശേഷ വേല ചെയ്യുന്നവരെ ഏത് വിധത്തിലും സഹായിക്കാം. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനഭാഗമാണ് ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 16 verses 13-15. പൗലോസും ശീലാസും തിമോത്തിയോസും മിനിസ്ട്രിയുമായുള്ള ബന്ധത്തിൽ തങ്ങളുടെ യാത്രയിൽ ഫിലിപ്പയിലെത്തിയപ്പോൾ അവിടെ നടന്ന സംഭവമാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. On the Sabbath, we went a little way outside the city to a river bank where we understood some people met for prayer, and we taught the scriptures to some women who came. One of them was Lydia, a saleswoman from Thyatira, a merchant of purple cloth. She was already a worshipper of God, and as she listened to us, the Lord opened her heart, and she accepted all that Paul was saying. She was baptized along with all her household and asked us to be her guests. If you agree that I am faithful to the Lord, she said, come and stay at my home. And she urged us until we did. പൗലോസിൻ്റെ പ്രസംഗം കേട്ട് യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച ലിഡിയ എന്ന ഈ സ്ത്രീ എന്താണ് ചെയ്തത്? അവൾ പറയുകയാണ്, നിങ്ങൾ എന്നെ ക്രിസ്തുവിൽ വിശ്വസ്തയായി എണ്ണുന്നു എങ്കിൽ എൻ്റെ ഭവനത്തിൽ പാർക്ക എന്ന്. ഇന്നത്തെ പോലെയുള്ള ഒരു സാഹചര്യമായിരുന്നില്ല സുവിശേഷകന്മാർക്ക് അന്നുണ്ടായിരുന്നത്. സുവിശേഷവുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ യാത്രയിൽ രാപ്പാർക്കുവാൻ അവർക്ക് ഒരിടം കിട്ടുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമായിരുന്നു. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് ലിഡിയ അവരോട് പറയുന്നത്, നിങ്ങൾ എൻ്റെ ഭവനത്തിൽ പാർക്കുക എന്ന്. ഏത് വിധത്തിലും സ്ത്രീകൾക്ക് സുവിശേഷ വേലയിൽ കൈത്താങ്ങാകുവാൻ പറ്റും. വിശുദ്ധനായ പൗലോസ്ലീഹായ്ക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ചില സത്യങ്ങളാണ് അവസാനമായി നാം ചിന്തിക്കുവാൻ പോകുന്നത്. വിമൻ മിനിസ്റ്റേഴ്സ് ഓഫ് ദ ചർച്ച് ഈ സത്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു. അവരുടെ ശുശ്രൂഷ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ഈ സത്യങ്ങളിന്മേലാണ്. സെയിൻറ്റ് പോൾസ് എപ്പിസ്റ്റൽ ടു ദ ഗലേഷ്യൻസ് ചാപ്റ്റർ 3 verses 26-29. ക്രിസ്തുവേശുവിലെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നുമില്ല. നിങ്ങളെല്ലാവരും ക്രിസ്തുവേശുവിൽ ഒന്നത്രേ. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നാം ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിനാൽ തന്നെ നാം എല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ. അതിൽ യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ ദാസനെന്നോ സ്വതന്ത്രനെന്നോ ഒന്നുമില്ല, എല്ലാവരും ഒന്നത്രേ. ഇവിടെ വീണ്ടും പറയുന്നു, ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയും വാഗ്ദത്തപ്രകാരം അവകാശികളുമാകുന്നു. അബ്രഹാമിന് ദൈവം കൊടുത്ത സകല വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും ക്രിസ്തുവേശുവിലെ വിശ്വാസത്താൽ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അബ്രഹാം വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെട്ടത്. നാമോ ക്രിസ്തുവേശുവിലെ വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്. നാം പ്രാപിക്കുവാൻ പോകുന്ന ആ വാഗ്ദത്ത വിഷയം പരിശുദ്ധാത്മാവാണ്. ഇവിടെ വേഴ്സ് 14 പറയുന്നു, അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ
പ്രാപിപ്പാൻ തന്നെ. പ്രിയ സഹോദരങ്ങളെ, കിൻഡർ ഗാർഡൻ അറ്റ് ബെഥെസ്ദയിലെ ഈ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ കരുതുകയാണ്. പുതിയ ഒരു എപ്പിസോഡുമായി നാം വീണ്ടും കണ്ടുമുട്ടും വരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. I bless you in Jesus' name. Amen.